ഗ്രാസ് യാത്ര. പുലർച്ചെ തന്നെ വീട്ടിൽ നിന്ന് എണീച്ച് യാത്ര തിരിക്കാനായി ഒരുങ്ങി. 4:10 ഏകദേശം ബസ് സമയവും കാണിച്ചിരിക്കുന്നത്. പുലർച്ചെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചമൊക്കെ കാണുന്നുണ്ട്. നമ്മൾ പതിയെ നടന്ന് ബസ് സ്റ്റോപ്പിൻ്റെ അടിയിലേക്ക് എത്തി. നമുക്ക് പോകാനുള്ള ബസ് 2 മിനിറ്റ് മുന്നേ പോയി കഴിഞ്ഞതായി കാണിച്ചു. അതുകൊണ്ട് തന്നെ ബൈസിക്കിൾ എഴുതിയ വഴി സൈക്കിൾ എടുത്തുകൊണ്ട് യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല ലൈറ്റൊക്കെയുള്ള സൈക്കിൾ പതിയെ ചവിട്ടിക്കൊണ്ട് ലുബ്ലിയാന റെയിൽവേ സ്റ്റേഷനിലൂടെ യാത്ര തിരിച്ചു. സ്റ്റേഷനിൽ സൈക്കിൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുറച്ച് നല്ലവണ്ണം അവിടുത്തെ തന്നെ സൈക്കിൾ പാർക്ക് ചെയ്യണം. സെലിൻസ്ക കോസ്റ്റാജ എന്ന് പറയുന്നതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. പതിയെ നമുക്ക് പോകേണ്ട പ്ലാറ്റ്ഫോമിലേക്ക് നടന്നു പോകും. 8-ാം നമ്പറാണ് നമുക്ക് നിലവിൽ പോകേണ്ട പ്ലാറ്റ്ഫോം. അങ്ങോട്ടേക്കായി അണ്ടർഗ്രൗണ്ട് വഴി യാത്ര തിരിക്കുന്നു. ഇവിടെ LED ബോർഡുകളിൽ നമുക്ക് ട്രെയിൻ സമയം കാണാൻ സാധിക്കുന്നതാണ്. പുലർച്ചയായതിനാൽ തന്നെ ആൾക്കാരൊക്കെ കുറവാണ്. ഇതാണ് നമ്മുടെ ടിക്കറ്റ് വരുന്നത്. ലുബ്ലിയാന ടു ഗ്രാസ് ഇങ്ങനെ ഒരു കവറിങ്ങിലൊക്കെയാണ് വരുന്നത്. നമ്മുടെ സീറ്റാണിത്. മുന്നിൽ കുറച്ച് പേര് യാത്രക്കാരുണ്ട്. അവർ കുറച്ച് പേരൊക്കെ ഉറങ്ങുകയാണ്. മുകളിൽ കാണുന്ന LED ബോർഡിൽ നമുക്ക് സ്റ്റേഷൻ ഡീറ്റെയിൽസ് കാണാം. പതിയെ നമ്മുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഗ്രാസിലേക്കുള്ളൊരു യാത്രയാണ്. നമ്മൾ മാരിബോർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം ലാസ്റ്റ് ലുബ്ലിയാനയിൽ നിന്നും സ്ലൊവേനിയയുടെ ഏകദേശം ലാസ്റ്റ് സ്റ്റോപ്പായിട്ടുള്ള മാരിബോറിലേക്ക് ഇനി വീണ്ടും യാത്ര ചെയ്ത് സ്പെഫീൽഡ് എന്ന് പറയുന്ന സ്റ്റേഷനിൽ നമ്മൾ എത്തിയിരിക്കുന്നു. ഇത് ഓസ്ട്രിയയുടെ ഒരു ബോർഡർ സ്റ്റേഷനാണെന്ന് പറയാം. ഇവിടെ നമുക്ക് ചെക്കിങ് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. വീണ്ടും മനോഹരമായ പാടത്തോടെ യാത്ര തിരിക്കുന്നു. ഓസ്ട്രിയയിലെ വില്ലേജിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. പച്ചപ്പറിച്ച് കിടക്കുന്ന ഇപ്പോൾ കാണുന്നത് ഇൻഡസ്ട്രിയൽ ഏരിയ ഉള്ള സ്ഥലങ്ങളാണ്. വിവിധ തരത്തിലുള്ള മാനുഫാക്ചറിങ് പ്രോഡക്ട്സ് ചെയ്യുന്ന ഇൻഡസ്ട്രികളാണ് അതൊക്കെ. ആകാശത്തെ മേഘങ്ങൾ ഓടിക്കിടക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണും. മഴ പെയ്യോ. നമ്മുടെ ട്രെയിനാണെങ്കിലും വളരെ മനോഹരമായ ട്രെയിനാണ്. സൗകര്യത്തോടുകൂടി നമുക്ക് യാത്ര ചെയ്ത് ഇന്നിപ്പോൾ ഗ്രാസ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അത്യാവശ്യം വളരെ വലിയ സ്റ്റേഷൻ തന്നെയാണ് ഗ്രാസ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. ഒരു മാളിൻ്റെ രീതിയിൽ ഉള്ള രൂപകൽപ്പനയാണ് ഗ്രാസ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. വലിയൊരു ക്ലോക്ക് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എസ്കലേറ്റർ സംവിധാനമുണ്ട്. നമുക്കിവിടെ സ്റ്റേഷനിൽ നിരവധിയായ യാത്രക്കാർ, പല സ്ഥലത്തുള്ള യാത്രക്കാരെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ നമുക്കിവിടെ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ബസ്സിനായി ബസ് കാർഡ് സംവിധാനമുണ്ട്. അതിൽ നമുക്ക് ബസ് കാർഡ് എടുക്കാവുന്നതാണ്. ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്ത് നമുക്ക് ബസ് കാർഡ് ഒരു ദിവസത്തേക്കോ അല്ലെങ്കിൽ 1 മണിക്കൂറിലേക്കോ ഒക്കെ സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു ദിവസത്തേക്കുള്ളതാണ് എടുത്തുള്ളത്. അത് 6.9 യൂറോ ആണ് വരുന്നത്. നമ്മളിപ്പോൾ ബസ്സിലേക്ക് കയറി കഴിഞ്ഞു. ഇത് ഭംഗിയുള്ള സ്ഥലത്തോടുകൂടി നമ്മളൊരു നടത്തം ചെയ്യുകയാണ്. നമ്മളിതിപ്പോൾ ഒരു മെഡിറ്റേഷൻ സെൻ്ററിൻ്റെ അടുത്തോട്ടാണ് എത്തിയിട്ടുള്ളത്. അവിടെ നിന്നും കുറച്ച് സമയം മെഡിറ്റേഷൻ ചെയ്ത് വീണ്ടും നമ്മൾ തിരിച്ച് ഗ്രാസിലെ ഷോലാസ്ബർഗ് എന്ന് പറയുന്ന സ്ഥലത്തോട്ടേക്ക് യാത്ര തിരിക്കുകയാണ്. അവിടെ ക്രോസ് ആക്കി കഴിഞ്ഞ് വീണ്ടും നടന്നുകൊണ്ട് ഈ ഒരു പച്ച പൊതിച്ച പാതയിലൂടെ നടന്ന് ഇതിലൂടെ നോക്കുമ്പോൾ നമുക്ക് മനോഹരമായ ഗ്രാസിൻ്റെ സിറ്റി കാണാൻ പറ്റുന്നതാണ്. കുറച്ചുകൂടെ നടന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് എലിവേറ്റർ സംവിധാനം കാണാവുന്നതാണ്. ഇതിൽ മനോഹരമായ
ഗ്രാസ് സിറ്റി കണ്ടുകൊണ്ട് മുകളിലേക്ക് കയറാൻ പറ്റുന്നതാണ്. നമുക്ക് ടോപ്പ് വ്യൂവിൽ വളരെ മനോഹരമായ ഗ്രാസ് സിറ്റിയെ കാണാൻ ഒന്നാണ്. അതിൻ്റെ ചുറ്റും ഷോലസ്ബർഗ് അതിലെ പഴയ കെട്ടിടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വളരെ മനോഹരമായ കെട്ടിടങ്ങളാണ് അതൊക്കെ. പിന്നെ നമ്മൾ അടുത്ത വ്യൂ പോയിന്റിലേക്ക് നടന്നു പോകുമ്പോഴേക്കും വീണ്ടും മറ്റൊരു കോണിൽ നിന്നുള്ള മനോഹരമായ വ്യൂ കാണാം. ക്ലോക്ക് ടവർ കാണാൻ കഴിയും. നമ്മുടെ അടുത്ത് തന്നെ ഒരാൾ ഒരു സംഗീത ഉപകരണം വായിച്ച് ഈ ഒരു ആംബിയൻസിനെ വളരെ മനോഹരമാക്കി മാറ്റുന്നുണ്ട്. പൂക്കളുടെ ഇടയിലൂടെ വളരെ മനോഹരമായ ഗ്രാസ് സിറ്റിയെ കാണാൻ പറ്റുന്നു. അതുപോലെ മനോഹരമായ പ്രകൃതി ഭംഗി ഇവിടെ എമ്പാടും തന്നെയുണ്ട്. പിന്നെ അവിടെ ഒരു സിംഹത്തിൻ്റെ ശില്പം കാണാൻ നമുക്ക് സാധിക്കും. പഴയ ബിൽഡിങ്ങുകൾ, ആർക്കിടെക്ചറുകൾ നമുക്ക് വളരെയധികം കാണാൻ സാധിക്കും. അതുപോലെ നമ്മുടെ മുന്നിൽ ഒരു സംഗീത ഇൻസ്ട്രുമെൻ്റ് വായിച്ചുകൊണ്ട് ഒരു കലാകാരൻ ക്ലോക്ക് ടവറിനടുത്തായി ആസ്വാദകരെ എൻ്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ചെറിയ എന്തെങ്കിലും ടിപ്പുകൾ നമുക്ക് കൊടുക്കാവുന്നതാണ്. ക്ലോക്ക് ടവറിൻ്റെ അടുത്ത് നിന്നും നമുക്ക് വീണ്ടും ഗ്രാസ് സിറ്റിയുടെ വ്യൂ കാണാവുന്നതാണ്. എവിടെയായി ഫ്ലാഗുകൾ വെച്ചിട്ടുള്ളത് കാണാം നമുക്ക്. മനോഹരമായ പൂന്തോട്ടവും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അവിടെയും നിരവധിയായ യാത്രക്കാർ, പല രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നിരവധി ലോക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത് പ്രണയ സൗകര്യത്തിനായി പലരും ഇവിടെ കെട്ടിവെക്കുന്നതാണ്. അത് നമുക്ക് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുടെ പേരും അവരുടെ പ്രണയ സന്ദേശങ്ങളൊക്കെ കാണാൻ സാധിക്കും. തിരിച്ച് താഴേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രാം സർവീസ് ഇവിടെ നിന്നും അവൈലബിളാണ്. നമ്മുടെ മുന്നിൽ തന്നെ ഒരു ചർച്ചുണ്ട്. അതുപോലെ തന്നെ സിറ്റിയുടെ ഭാഗങ്ങളാണ് ഈ കാണുന്നതെല്ലാം. നമ്മുടെ മുന്നിലൂടെ ഒരു ട്രാം ഇപ്പോൾ കടന്നു പോയിരിക്കുകയാണ്. അത് ബ്രസർ ലാൻഡോസ് എന്ന് പറയുന്ന ഓൾഡ് ടൗൺ ഗ്രാസിൻ്റെ ഭാഗമായിട്ടുള്ള സ്ക്വയർ വരുന്ന സ്ഥലമാണ്. അത് കഴിഞ്ഞ് വീണ്ടും നടന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെറിയൻ ആർമറി എന്ന് പറയുന്ന ആയുധശേഖരത്തിൻ്റെ ഒരു സ്ഥലത്തേക്ക് പ്രവേശിക്കാവുന്നതാണ്. അവിടുന്ന് വീണ്ടും നമ്മൾ നടന്നുകൊണ്ട് ഇവിടെ മനോഹരമായ ഒരു ഹോട്ടലിൻ്റെ മുന്നിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. നിരവധിയായ യാത്രക്കാർ, പല രാജ്യത്തു നിന്നുള്ള യാത്രക്കാർ ഗ്രാസ് മസോളിയം എന്ന് പറയുന്ന ചർച്ചിൻ്റെ ഉള്ളിൽ നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇത് മനോഹരമായ ഡബിൾ സ്പൈറൽ ബ്രിഡ്ജ്, ഡബിൾ സ്പൈറൽ സ്റ്റെപ്സ് എന്ന് പറയുന്നത് കാണാൻ പറ്റും. അതിന് നമുക്ക് ഗ്രാസിൻ്റെ ടോപ്പിലോട്ട് ചർച്ചിൻ്റെ ടോപ്പിൽ നമുക്ക് കാണാം. മസോളിൻ്റെ ടോപ്പിൽ നമുക്ക് കാണാം. ഇത് സ്റ്റേഴ്സ്, 2 സ്റ്റെയറുകൾ കൂടി ചേർന്നിട്ട് ഇഴപിരിഞ്ഞത് പോലെയുള്ള സ്റ്റേഴ്സാണ്. അതിനടുത്തായ ചില പഴയ ആളുകളുടെ പ്രതിമകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ ഇവിടെ ഈ പൂക്കളുടെ ഇടയിലൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് തേനീ ട്രാം സർവീസിനായി യാത്ര ചെയ്യുകയാണ്. ഈ ട്രാമിൽ നമുക്ക് യാത്ര ചെയ്തുകൊണ്ട് അടുത്ത നമ്മുടെ ലൊക്കേഷനായുള്ള എഡിൻബർഗ് കാസിലോട്ട് എത്തിച്ചേരാവുന്നതാണ്. കുറച്ച് ദൂരം നടന്ന് എഡിൻബർഗ് പാലസിൻ്റെ ഓപ്പണിങ്ങിലോട്ട് എത്തിച്ചേർന്നിരിക്കുന്നു. ഇവിടെ നിന്നും €2 ഗാർഡൻ പാസ് എടുത്തുകൊണ്ട് നമുക്ക് എഡിൻബർഗ് കാസിൻ്റെ ചുറ്റുപാടും ഗാർഡൻ ഭാഗവും അതുപോലെ എഡിൻബർഗ് കാസിൻ്റെ ഉൾഭാഗത്തെ കപ്പേള വരെയുള്ള ഭാഗങ്ങളും എല്ലാം തന്നെ കാണാവുന്നതാണ്. മ്യൂസിയത്തിനായി സെപ്പറേറ്റ് പാസ്സുണ്ട്. അത് നമ്മൾ വേറെ തന്നെ അവിടെ നിന്ന് നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. ഉള്ളിൽ നിന്നും 1600 കാലങ്ങളിലാണ്, 635 കാലങ്ങളിലാണ് ഈ ക്ലാസ്സിൻ്റെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുള്ളത്.
പിയട്രോ വലനോഗ്രോയും അതുപോലെ അന്റോണിയോ പോസോ എന്നിവരൊക്കെയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷനിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത്. അതിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് മനോഹരമായ പഴയ ആർക്കിടെക്ചറുകൾ എല്ലാം തന്നെ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമുക്കിവിടെ കപ്പേള ഫ്രീ ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്. അത് ഇവിടത്തേക്ക് യാത്ര ചെയ്ത് നമുക്ക് കപ്പേളയുടെ ഉൾഭാഗങ്ങളൊക്കെ കാണാവുന്നതാണ്. നാല് തട്ടായിട്ടുള്ള വളരെ വലിയ ഒരു കാസിലാണ് ഇത് വരുന്നത്. ഇതിൻ്റെ പുറത്തായി വളരെ വലിയൊരു ഉദ്യാനവും അതിൽ മനോഹരമായ വന്യങ്ങളും പീലി വിടർത്തി നിൽക്കുന്ന മയിലിനെ നമുക്ക് കാണാവുന്നതാണ്. ഇതിവിടുത്തെ ഒരു സ്ഥിരം കാഴ്ചയായിരിക്കും. ഞാനിവിടെ വന്ന ശേഷം ഒരു 2-3 മയിലിൻ്റെ എങ്കിലും പീലി വിടർത്തിയ കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. അവിടെ ഒരുപാട് മയിലുകൾ യാത്രക്കാരുടെ ഇടയിൽ തന്നെ നടന്നു പോകുന്നുണ്ട്. അവിടുത്തെ ഗാർഡൻ്റെ പല ഭാഗങ്ങളിലേക്കുമുള്ള വഴികളാണ് ആ ബോർഡിൽ എഴുതി വച്ചിട്ടുള്ളത്. പ്ലാനറ്ററി ഗാർഡൻ, അങ്ങനെ ഓരോ ഗാർഡനും ഓരോ പേര് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അതിനനുസരിച്ച് ആണ് അവർ ക്രമീകരിച്ചിരിക്കുന്നത്.